ഗുഡ് മോർണിംഗ് എവരി വൺ. ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആമീൻ. ഈ വചനം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? അത് ദൈവവചനത്തിൽ നിന്ന്. ഈ ചെറിയ വാക്യത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, വിശ്വാസം കേൾവിൽ നിന്ന് വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എത്ര ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു സത്യമാണിത്. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ജനിക്കുന്നത് ദൈവവചനം നാം കേൾക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ അനുഭവം തുടങ്ങുന്നത് ദൈവവചനം ശ്രദ്ധയോട് കേൾക്കുന്നതിലൂടെയാണ്. ഒരു വിത്ത് മണ്ണിൽ വീണ് മുളച്ച് വളരുന്നത് പോലെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ വേര് പടർത്തുന്നു. നിന്റെ ജീവിതത്തിൽ വിശ്വാസം വളരാൻ നീ എന്താണ് കേൾക്കുന്നത്? ലോകത്തിൻ്റെ ശബ്ദങ്ങളോ അതോ ദൈവത്തിൻ്റെ വചനമോ? ഓർക്കുക. 2, ക്രിസ്തുവിൻ്റെ വചനം. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു, വിശ്വാസം ഏതൊരു വാക്ക് കേട്ടും ഉണ്ടാകുന്നില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെയാണ്. യേശുക്രിസ്തു തന്നെയാണ് ദൈവവചനത്തിൻ്റെ മൂർത്തിഭാവം. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യേശുവിൻ്റെ ജീവിതം, അവൻ്റെ വാക്കുകൾ, അവൻ്റെ സുവിശേഷം ഇവയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. ബൈബിൾ വായിക്കുമ്പോൾ, യേശുവിൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സത്യത്താൽ നിറയുന്നു. അത് വിശ്വാസമായി പരിണമിക്കുന്നു. 3, വചനം ജീവിതത്തിൽ പ്രയോഗിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവവചനം എത്രത്തോളം സ്ഥാനം പിടിക്കുന്നു? നാം ദിവസവും പലതും കേൾക്കുന്നു. വാർത്തകൾ, സോഷ്യൽ മീഡിയകൾ, സുഹൃത്തുക്കളുടെ സംസാരങ്ങൾ. പക്ഷേ ദൈവവചനത്തിൻ്റെ നിന്റെ ഹൃദയത്തിൽ മുൻഗണനയുണ്ടോ? ഒരു ദിവസം കുറച്ച് സമയം ബൈബിൾ വായിക്കാറുണ്ടോ? ഒരു വചനം ധ്യാനിക്കാറുണ്ടോ? ദൈവവചനം പ്രസംഗിക്കുന്നത് ശ്രദ്ധയോട് കേൾക്കാറുണ്ടോ? ഇതെല്ലാം നിന്റെ വിശ്വാസത്തെ വളർത്തും. ദൈവവചനം ഒരു വെളിച്ചമാണ്. നിന്റെ പാതയെ പ്രകാശിപ്പിക്കുന്ന, നിന്റെ ഭയങ്ങളെ അകറ്റുന്ന, നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന വെളിച്ചം. 4, വിശ്വാസത്തിൻ്റെ ഫലം. വിശ്വാസം കേവലം ഒരു വികാരമല്ല, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. ദൈവവചനം കേൾക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിശ്വാസം നിന്നെ ധൈര്യവാനാക്കും, പ്രത്യാശ നൽകും, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിന്നെ പ്രാപ്തനാക്കും. എബ്രായർ 11 നാം വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം ദൈവത്തിൻ്റെ വിളിക്ക് അനുസരിച്ചു, വിശ്വാസത്താൽ നോഹ കപ്പൽ പണിതു, വിശ്വാസത്താൽ മോശെ ഇസ്രയേലിനെ നയിച്ചു. ഈ വിശ്വാസം അവർക്ക് ദൈവവചനം കേൾക്കുന്നതിൽ നിന്നാണ് വന്നത്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുന്നതിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. 5, ഇതൊരു ആഹ്വാനമാണ്. സുഹൃത്തുക്കളെ, ഈ വചനം നമ്മോട് ഒരു കാര്യം ആഹ്വാനം ചെയ്യുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ ചെവികൾ തുറക്കുക, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുക. ഒരു ദിവസം കുറച്ച് സമയം ബൈബിൾ വായിക്കാൻ മാറ്റിവെക്കുക. ഒരു വചനം ധ്യാനിക്കുക. അത് നിൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ചിന്തിക്കുക. ദൈവവചനം
പ്രസംഗിക്കപ്പെടുന്നിടത്ത് ശ്രദ്ധയോട് ചെവി കൊടുക്കുക. കാരണം ഓരോ തവണ നീ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോഴും നിൻ്റെ വിശ്വാസം വളരുന്നു, നിൻ്റെ ഹൃദയം ശക്തിപ്പെടുന്നു, നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിന് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.